ഹലോ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഭാഗം ഫാർമസ്യൂട്ടിക്കൽസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്കറിയാം, മനുഷ്യരാശിനെയും അതുപോലെ ആനിമൽസിനെയും അതുപോലെ ബേഡ്സിനെയൊക്കെ ധാരാളം തരത്തിലുള്ള ഡിസീസുകൾ ബാധിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഡിസീസുകളിൽ നിന്നൊക്കെ മോചനം കിട്ടാനായിട്ട് എന്ത് വേണം? നമുക്ക് മെഡിസിൻസ് ഉണ്ടാക്കണം. ഓക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ലോകത്തിലെ കെമിസ്റ്റും ബയോ കെമിസ്റ്റും ഒക്കെ അവരൊക്കെ നിരന്തരമായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഇത്തരത്തിൽ ഓരോ ഡിസീസുകൾക്കും വേണ്ട കെമിക്കൽസ് അല്ലെങ്കിൽ മെഡിസിൻസ് ഉണ്ടാക്കണമെങ്കിൽ എന്തറിയണം? അതായത് നമ്മുടെ ശരീരത്തിലെ ബയോളജിക്കൽ പ്രോസസ്സുകളുണ്ടല്ലോ, അതിനെ റെഗുലേറ്റ് ചെയ്യണ കെമിക്കൽ റിയാക്ഷൻസിനെ കുറിച്ചിട്ട് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ അത്തരത്തിലുള്ള ബയോളജിക്കൽ പ്രോസസ്സുകളെ കുറിച്ചിട്ടും അത്തരത്തിലുള്ള ബയോളജിക്കൽ പ്രോസസ്സുകളെ റെഗുലേറ്റ് ചെയ്യുന്ന റിയാക്ഷൻസിനെ കുറിച്ചിട്ടും കൃത്യമായിട്ടുള്ള ഒരു നോളജ് ഉണ്ടായാൽ മാത്രമേ നമുക്ക് നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്ന ഓരോ ഡിസീസിനും എതിരായിട്ടുള്ള മരുന്നുകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ അല്ലേ? അപ്പം നമുക്കറിയാം, പണ്ട് കാലങ്ങളിലൊക്കെ ധാരാളം പേര് മരിച്ചിരുന്നു. ചിലപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് മരിച്ചിരുന്നു. കാരണം എന്താ വെച്ചാൽ പലതരത്തിലുള്ള രോഗങ്ങൾ അവരെ ബാധിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒക്കെ കൂടുതൽ തരത്തിലുള്ള ഇമ്മ്യൂണൈസേഷനുകളും വാക്സിനേഷനുകളും ഒക്കെ നമുക്ക് ഗവൺമെൻറ്റായിട്ടും അല്ലാതെയൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? നമ്മുടെ വീട്ടിലെ പലർക്കും, കുഞ്ഞു കുട്ടികൾക്കായാലും വയസ്സായവർക്കായാലും ഒക്കെ പലതരത്തിലുള്ള വാക്സിനേഷനുകളും അതുപോലെ ന്യൂട്രീഷണലായിട്ടുള്ള പാക്കേജസും ഒക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഇമ്മ്യൂണൈസേഷനുകളും വാക്സിനേഷൻസും ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? നമുക്ക് കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള രോഗങ്ങൾ വരുന്നത്, അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് വേണം നമുക്ക് അത്തരത്തിലുള്ള മെഡിസിൻസ് സിന്തസൈസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ പണ്ട് കാലത്തൊക്കെ മനുഷ്യൻ്റെ ജീവിത ആവറേജ് ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറയുന്നത് വളരെയധികം കുറവായിരുന്നു. പക്ഷെ കാലം ചെല്ലുന്തോറും അത് കൂടി വന്നു. കാരണം എന്താ വെച്ചാൽ പുതിയ പുതിയ മെഡിസിൻസ് നമ്മൾ കണ്ടുപിടിച്ചത് തന്നെയാണ് ഇതിനൊക്കെയുള്ള കാരണം. ഇപ്പോൾ 1960s 1960കളിലൊക്കെ ഒരു മനുഷ്യൻ്റെ ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറയുന്നത് 50 വയസ്സിന് താഴെയായിരുന്നു. പക്ഷെ പിന്നീട് 2015 ആകുമ്പോഴേക്കൊക്കെ ഏകദേശം മെയിൽസിന് അത് 67.3 ഇയേഴ്സും ഫീമെയിൽസിന് അത് 69.6 ഇയേഴ്സൊക്കെ ആയിട്ട് എൻഹാൻസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചു. അപ്പം ഇത്തരത്തിൽ നമ്മുടെ ലൈഫ് എക്സ്പെക്റ്റൻസിനെ കൂട്ടാനായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്തിയത് നമുക്ക് കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? കുറേ രോഗങ്ങൾക്കുള്ള മെഡിസിൻസ് കണ്ടുപിടിച്ചത് കൊണ്ട് തന്നെയാണ് അല്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സാധാരണ അവൈലബിൾ ആയിട്ടുള്ള കെമിക്കൽസ് ടു ട്രീറ്റ് ഡിസീസസ്. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് ദ കോമ്പൗണ്ട്സ് മാനുഫാക്ചർഡ് ഫോർ യൂസ് ആസ് മെഡിസിനൽ ഡ്രഗ്സ്. അപ്പോൾ ഏതൊക്കെ കോമ്പൗണ്ട്സ് ആണ് നമ്മൾ സാധാരണ ഉള്ള മെഡിസിനൽ ഡ്രഗ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്, അതിനെയാണ് ആ മെഡിസിനൽ ഡ്രഗ്സിന് തന്നെയാണ് പറയുന്നത് എന്ത്? ഫാർമസ്യൂട്ടിക്കൽസ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് മെയിൻ ആയിട്ടുള്ള ഡ്രഗ്സിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഡ്രഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെഫിനിഷൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഇത് എസ്സേ ആയിട്ടോ അല്ലെങ്കിൽ പാരഗ്രാഫായിട്ടോ ഒക്കെ ചോദിക്കാറുള്ളതാണ്. ചിലപ്പോൾ ഫില്ലപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാറുള്ളതാണ്. സോ ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്രഗ് എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കലാണ് അല്ലേ? അതിന് സാധാരണ ഒരു ലോ മോളിക്കുലാർ മാസ് ഒക്കെ ഉണ്ടായിരിക്കുള്ളൂ. ആൻഡ് വിച്ച് വെൻ അബ്സോർബ്ഡ് ഇൻ ടു ദ ബോഡി ഓഫ് എ ലിവിങ് ഓർഗാനിസം, നമ്മുടെ ശരീരത്തിലേക്ക് അത് എത്തി നമ്മുടെ ബോഡി അത് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ദ ഡ്രഗ് വിൽ ഇൻട്രാക്ട് വിത്ത് മാക്രോമോളിക്കുലാർ ടാർജറ്റ്സ്, നമ്മുടെ ശരീരത്തിലെ ആ ടാർജറ്റുകളെയൊക്കെ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുകയും അങ്ങനെ അതൊരു ബയോളജിക്കൽ റെസ്പോൺസ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. അതിനെയാണ് എന്ത് പറയുന്നത്? ഡ്രഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഡ്രഗ് എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കലാണ്, നോർമലി ഓഫ് ലോ മോളിക്കുലാർ മാസ് ആൻഡ് വിച്ച് വെൻ അബ്സോർബ്ഡ് ഇൻ ടു ദ ബോഡി ഓഫ് എ ലിവിങ് ഓർഗാനിസം ഇറ്റ് വിൽ ഇൻട്രാക്ട് വിത്ത് macromolecular targets and it will produce biological response. Okay, so then the biological response of a drug is healing and beneficial. ഇപ്പം നമ്മുടെ ശരീരത്തിലേക്ക് ഒരു ഡ്രഗ് നമ്മൾ എത്തിച്ചു, ആ ഡ്രഗിൻ്റെ ഉദ്ദേശം നല്ലതായിരുന്നു എന്ന് വയ്ക്കാം. അതായത് എന്തെങ്കിലും രോഗങ്ങൾ ഹീല് ചെയ്യണതും അങ്ങനെ നമ്മുടെ അസുഖം മാറി നമ്മൾ നല്ല ഓക്കെ ആയിട്ട് നടക്കുന്നതുമാണ് ആ ഡ്രഗിൻ്റെ റെസ്പോൺസ് എങ്കിൽ അത് അത്തരത്തിലുള്ള ഡ്രഗ്സിനെ നമുക്ക് എന്ത് വിളിക്കാം? മെഡിസിൻസ് എന്ന് വിളിക്കാം. സോ ദ മെഡിസിൻസ് ആർ യൂസ്ഡ് ഫോർ ദ ഡയഗ്നോസിസ്, പ്രിവെൻഷൻ ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡിസീസസ്. ഓക്കെ, അപ്പം നമുക്കൊരു ഫാർമസ്യൂട്ടിക്കൽ ഡ്രഗ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. അതായത് ഫാർമസ്യൂട്ടിക്കൽ ഡ്രഗ് അല്ലെങ്കിൽ മെഡിസിൻ എന്ന് പറഞ്ഞാൽ it is a chemical substance which are used in the treatment, cure, prevention or diagnosis of disease, or it can be used to
എൻഹാൻസ് ദ ഫിസിക്കൽ ഓർ മെൻ്റൽ വെൽബീയിങ്. അപ്പോൾ ഒരു ഫാർമസ്യൂട്ടിക്കൽ ഡ്രഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്ക് ഉപയോഗിക്കുന്ന ഒരു കെമിക്കൽ ഫോർ ദ ട്രീറ്റ്മെൻറ്റ്, ഫോർ ദ ക്യൂറിങ് ഓർ പ്രിവെൻഷൻ ഓർ ഡയഗ്നോസിസ് ഓഫ് എ ഡിസീസ് ആൻഡ് ദേ വിൽ എൻഹാൻസ്. എന്താണ് എൻഹാൻസ് ചെയ്യുന്നത്? നമ്മുടെ ഫിസിക്കലോ മെൻ്റലോ ഒക്കെ ആയിട്ടുള്ള വെൽബീയിങ് അത് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അത്തരത്തിലുള്ള കെമിക്കൽ സബ്സ്റ്റൻസസിനെ നമുക്ക് മെഡിസിൻസ് അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ ഡ്രഗ്സ് എന്നൊക്കെ പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ എന്താണ് ഈ കീമോതെറാപ്പി എന്നൊക്കെ പറഞ്ഞാൽ? നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. സോ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡിസീസസ് ബൈ ഡിസ്ട്രോയിങ് ദ ഇൻവേഡിങ് ഓർഗാനിസം വിത്തൗട്ട് ഡാമേജിങ് ദ സെൽസ് ഓഫ് ദ ഹോസ്റ്റ് ബൈ ദ യൂസ് ഓഫ് കെമിക്കൽസ് ഈസ് നോൺ ആസ് കീമോതെറാപ്പി. അതായത് ആ ഡിസ്ട്രോയ് ചെയ്യുന്ന നമ്മുടെ ശരീരത്തിലേക്ക് കയറി വരുന്ന ഇൻവേഡിങ് ഓർഗാനിസത്തിനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വിത്തൗട്ട് ഡാമേജിങ് ദ സെൽസ് ഓഫ് ദ ഹോസ്റ്റ്, നമ്മുടെ ശരീരത്തിലെ സെൽസിനെ കഴിയുന്ന മാതിരി അത് ഡാമേജ് ചെയ്യാണ്ട്. ബൈ ദ യൂസ് ഓഫ് കെമിക്കൽസ് ഉപയോഗിച്ചിട്ട്, അതിനെയാണ് കീമോതെറാപ്പി എന്ന് പറയുന്നത്. ഓക്കെ, സോ സച്ച് കെമിക്കൽസ് ആർ യൂസ്ഡ് ഫോർ തെറാപ്യൂട്ടിക് ഇഫക്റ്റ് എന്ന് പറയാം. അതായത് നമ്മുടെ ശരീരത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്ന ഓർഗാനിസത്തിനെ ഡിസ്ട്രോയ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, വിത്തൗട്ട് ഡാമേജിങ് ദ സെൽസ് ഓഫ് ദി ഹോസ്റ്റ്. അത്തരത്തിലുള്ള കെമിക്കൽസിന് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് കീമോതെറാപ്പി എന്ന് പറയാനും സാധിക്കുന്നു. നമുക്കറിയാം, ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ നമുക്കത് തോന്നിയ പോലെ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. നമുക്ക് മെഡിക്കൽ പ്രാക്ടീഷണറിൻ്റെ അല്ലെങ്കിൽ ഡോക്ടറുടെ കയ്യിൽ നിന്ന് നമുക്കത് മേടിക്കാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെ നിങ്ങൾക്കുള്ള കുറച്ച് ജനറൽ ആയിട്ടുള്ള കുറച്ച് അവബോധത്തിനുള്ള കാര്യങ്ങൾ ഇവിടെ ധാരാളം ബോക്സിലിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ജസ്റ്റ് ഒരു എക്സ്ട്രാ റീഡിങ്ങിന് വേണ്ടിയിട്ടാണ്, അപ്പോൾ അത് വായിച്ചു നോക്കണം. ഇനി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും കെമിക്കൽ നെയിം, ജനറിക് നെയിം, ട്രേഡ് നെയിം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതെന്താ ഈ മൂന്നും തമ്മിലുള്ള വ്യത്യാസം? ഇപ്പോൾ കെമിക്കൽ നെയിം എന്ന് പറഞ്ഞാൽ ശരിക്കും കെമിക്കലായിട്ടുള്ള നെയിം. ജനറിക് നെയിം എന്ന് പറഞ്ഞാൽ അത് ഏത് ബ്രാൻഡിലാണ് ഇറങ്ങുന്നത് ആ നെയിം. ദെൻ ട്രേഡ് നെയിം എന്ന് പറഞ്ഞാൽ പല പല കമ്പനീസ് ഉണ്ട് അല്ലേ, ആ ഇതിനെയാണ് നമ്മൾ ട്രേഡ് നെയിം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് കാണാം, അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് അത് മനസ്സിലാവും. ഓക്കെ, സോ എന്താണ് കെമിക്കൽ നെയിം? കെമിക്കൽ നെയിം ഓഫ് എ ഡ്രഗ് ഈസ് ദാറ്റ് സിസ്റ്റമാറ്റിക് നെയിം ഫോർ ഇറ്റ് ഫ്രം വിച്ച് എ കെമിസ്റ്റ് ഷുഡ് ബി ഏബിൾ ടു റൈറ്റ് ഇറ്റ്സ് കംപ്ലീറ്റ് സ്ട്രക്ചർ. അപ്പോൾ ഒരു കെമിക്കൽ നെയിം കേട്ട് കഴിഞ്ഞാൽ ഒരു കെമിസ്റ്റിനെ, അതായത് സ്ട്രക്ചറൊക്കെ എഴുതാൻ പറ്റുന്ന ഒരു കെമിസ്റ്റിനെ അതിൻ്റെ കംപ്ലീറ്റ് സ്ട്രക്ചർ നമുക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് നെയിമിനെയാണ് എന്ത് പറയുന്നത്? കെമിക്കൽ നെയിം എന്ന് പറയുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള സിസ്റ്റമാറ്റിക് കെമിക്കൽ നെയിംസ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് സാധാരണ ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അത്തരം കോംപ്ലിക്കേഷൻസ് മാറ്റി. ഇപ്പം നമുക്ക് ഒരു ആസ്പത്രി ചെന്നിട്ട് ഒരു കെമിക്കൽ നെയിം പറഞ്ഞ് ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഒരു കെമിക്കൽ നെയിമിനെ ഉണ്ടായിട്ട് പോലും സാധാരണ ജനറിക് നെയിമും ട്രേഡ് നെയിമും മെഡിസിൻസിനൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ സോ ഈച്ച് ഡ്രഗ് ജനറലി ഹാസ് എ കോമൺലി യൂസ്ഡ് നെയിം which is normally somewhat related to its actual chemical name. Such a name for a drug is called its a generic name. അപ്പോൾ chemical name എന്ന് പറഞ്ഞാൽ systematic name from which a chemist should be able to write its structure by hearing the name. അല്ലേ? പക്ഷേ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് സാധാരണ ആൾക്കാർക്ക് യൂസ് ചെയ്യാനായിട്ട്. സോ എ കോമൺലി യൂസ്ഡ് നെയിം റിലേറ്റഡ് ടു ദ ആക്ച്വൽ കെമിക്കൽ നെയിം, ആക്ച്വൽ കെമിക്കൽ നെയിമിനോട് റിലേറ്റ് ചെയ്തിരിക്കുന്ന കുറച്ചും കൂടി കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നെയിമും നമ്മൾ മെഡിസിൻസിന് കൊടുത്തിട്ടുണ്ട്, ഡ്രഗിന് കൊടുത്തിട്ടുണ്ട്. അതിനെയാണ് ജനറിക് നെയിം എന്ന് പറയുന്നത്. സോ ദ ജനറിക് നെയിം ഓഫ് എ ഡ്രഗ് ഈസ് ദാറ്റ് നെയിം വിച്ച് ഈസ് ജനറലി ആക്സെപ്റ്റഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഇറ്റ്സ് ആക്ച്വൽ കെമിക്കൽ നെയിം. അപ്പോൾ ആക്ച്വൽ കെമിക്കൽ നെയിമിനെ പകരമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് യൂസ് ചെയ്യുന്ന ജനറലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള നെയിമാണ് ഇത് ജനറിക് നെയിം. സോ ദ ജനറിക് നെയിം ഈസ് ദ ജനറലി ആക്സെപ്റ്റഡ് നെയിം വിച്ച് ഈസ് യൂസ്ഡ് ആസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ കെമിക്കൽ നെയിം. ഓക്കെ, ഇനി ഡിഫറെൻറ്റ് മാനുഫാക്ചേഴ്സ് ജനറലി യൂസ് ഡിഫറെൻറ്റ് കെമിക്കൽ നെയിംസ് ഫോർ ദ സെയിം ഡ്രഗ്. ഇപ്പോൾ കെമിക്കൽ ഡിഫറെൻറ്റ് നെയിംസ് ഫോർ ദ സെയിം ഡ്രഗ് അല്ലേ. അപ്പോൾ ട്രേഡ് നെയിംസ് ഓരോ കമ്പനിക്കാരും പല പല നെയിംസാണ് കൊടുക്കുന്നത്. അങ്ങനെ മാനുഫാക്ചറർ ഇടുന്ന നെയിമിനെയാണ് എന്ത് പറയുന്നത്? ട്രേഡ് നെയിം അല്ലെങ്കിൽ ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് മാനുഫാക്ചേഴ്സ് ഡിഫറെൻറ്റ് നെയിംസ് ഓരോ മെഡിസിൻസിനും കൊടുക്കും. അതിനെയാണ് ബ്രാൻഡ് നെയിം അല്ലെങ്കിൽ മാനുഫാക്ചർ നെയിം എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾസ് കാണാം. അതായത് 4-ഹൈഡ്രോക്സി ഫിനൈൽ എത്തനാമൈഡ്. ഓക്കെ,
അതിനെയാണ് 4-അസറ്റാമിഡോഫിനോൾ എന്നും പറയുന്നത്. അത് ഒരു ഡ്രഗാണ്. അത് വൈഡ്ലി ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്തിന്, പനി കുറയ്ക്കാനായിട്ട്. അതായത് ഒരു ആൻറ്റിപൈററ്റിക് ആയിട്ടും അതുപോലെ ഒരു അനാൽജസിക് എന്ന് പറഞ്ഞാൽ എന്താ, പെയിൻ റിലീവ് ചെയ്യുന്നത്. ആൻറ്റിപൈററ്റിക് എന്ന് പറഞ്ഞാൽ ഫീവർ കുറയ്ക്കുന്നത്, അനാൽജസിക് എന്ന് പറഞ്ഞാൽ പെയിൻ കുറയ്ക്കുന്നത് അല്ലേ. അപ്പോൾ ഈ 4-അസറ്റാമിഡോഫിനോൾ എന്ന് പറയുന്നത് ഒരു അനാൽജസിക് ആയിട്ടും അതുപോലെ ആൻറ്റിപൈററ്റിക് ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ N4-ഹൈഡ്രോക്സിഫിനൈൽ ഓർ 4-അസറ്റോമിഡോഫിനോൾ അതാണ് അതിൻ്റെ കെമിക്കൽ നെയിം. ഇനി അതിൻ്റെ ജനറിക് നെയിം നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നത് പാരസെറ്റമോൾ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ മേടിക്കുക അല്ലേ. ആ പാരസെറ്റമോൾ എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ ജനറിക് നെയിം. അത് സാധാരണ ബ്രിട്ടനിലും ഇന്ത്യയിലൊക്കെ യൂസ് ചെയ്യുന്ന പേരാണ് എന്ത്, പാരസെറ്റമോൾ. ഇനിയിപ്പോൾ US-ലും ജപ്പാനിലൊക്കെ ആണെങ്കിൽ പാരസെറ്റമോൾ എന്നല്ല അവർ പറയുക, അസറ്റാമിനോഫെൻ എന്നാണ് അതിനെ പറയുക. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ജനറിക് നെയിം. ദെൻ ഇത്തരത്തിലുള്ള പാരസെറ്റമോൾ മാനുഫാക്ചർ ചെയ്യുന്ന പല കമ്പനീസും ഉണ്ട്. ആ കമ്പനീസ് ഇപ്പോൾ ഇന്ത്യയിലെ പല കമ്പനീസും അതിൻ്റെ ട്രേഡ് നെയിംസ് ആയിട്ട് പല പേരുകൾ കൊടുത്തിട്ടുണ്ട്. എന്താണ്, ക്രൂസിൻ എന്ന് കൊടുത്തിട്ടുണ്ട്, കാൽപോൾ എന്ന് കൊടുത്തിട്ടുണ്ട്, മെറ്റാസിൻ, ഡോളോ. അപ്പോൾ അതൊക്കെ പല പല മാനുഫാക്ചേഴ്സ് അല്ലെങ്കിൽ ട്രേഡിംഗ് കമ്പനീസ് കൊടുക്കുന്ന പേരുകളാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞപ്പോൾ മനസ്സിലായെന്ന് കരുതുന്നു. N4-ഹൈഡ്രോക്സിഫിനൈൽ എന്ന് പറയുന്നത് അതിൻ്റെ കെമിക്കൽ നെയിമാണ്. പാരസെറ്റമോൾ എന്നുള്ളതാണ് ഇന്ത്യയിലത്തെ അതിൻ്റെ ജനറിക് നെയിം. ദെൻ അത് ഡിഫറെൻറ്റ് ട്രേഡ് നെയിംസിൽ അവൈലബിൾ ആണ്. ക്രോസിൻ, കാൽപോൾ, മെറ്റാസിൻ, ഡോളോ എന്നുള്ളതൊക്കെ. ഇതാ അതിൻ്റെ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്, കെമിക്കൽ നെയിം, ജനറിക് നെയിം ആൻഡ് ട്രേഡ് നെയിം. ദെൻ അടുത്ത ഒരെണ്ണമാണ് 2-അസറ്റോക്സിബെൻസോയിക് ആസിഡ് അല്ലെങ്കിൽ അസറ്റൈൽ സാലിസിലിക് ആസിഡ് എന്നൊക്കെ പറയും. അത് ശരിക്കും പറഞ്ഞാൽ ഈ പ്ലേറ്റ്ലെറ്റ്സ് അല്ലേ നമ്മുടെ ബ്ലഡിലുള്ളത്, അതിൻ്റെ കൊയാഗുലേഷനെ പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു കെമിക്കലാണ്. അപ്പോൾ അതിന് ഹാർട്ട് അറ്റാക്കിനെയും സ്ട്രോക്കിനെയും അതുപോലെ ബ്ലഡ് ക്ലോട്ടിനും ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, പക്ഷെ അത് ഇപ്പോൾ അധികം യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ലെസ് ഫ്രീക്വൻ്റ്ലി ആയിട്ടാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഈ സാധനം, ഈ 2-അസറ്റോബെൻസോയിക് ആസിഡ് പിന്നെ ഇതിനേക്കാളൊക്കെ പുറമെ ഫീവറിനും പെയിനിനും അതുപോലെ ഇൻഫ്ലമേഷനും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2-അസറ്റോക്സിബെൻസോയിക് ആസിഡ് അല്ലെങ്കിൽ അസറ്റൈൽ സാലിസിലിക് ആസിഡ് എന്ന് പറയുന്നതാണ് അതിൻ്റെ കെമിക്കൽ നെയിം. ഇനി അതിൻ്റെ ജനറിക് നെയിം എന്താണ്, ആസ്പിരിൻ എന്നതാണ്. ഇനി ഇന്ത്യയിൽ അത് പലതരം പേരുകളിലും വിൽക്കുന്നുണ്ട്. ആസ്പിൻ മാനുഫാക്ചേഴ്സ് ഇട്ട പേരാണ്. ആസ്പിൻ എന്നൊരു മാനുഫാക്ചർ ഇട്ടുണ്ട്, അൽപൈറിൻ എന്നുണ്ട്, എന്നുണ്ട്, ആസ്പിഡോട്ട് എന്നുണ്ട്, എസ്കാർഡ് എന്നുണ്ട്. അങ്ങനെ പല പേരും ഈ 2-അസറ്റോക്സിബെൻസോയിക് ആസിഡിനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് മുമ്പൊക്കെ പ്ലേറ്റിൽ കൊയാഗുലേഷനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഫീവറിനും പെയിനും ഇൻഫ്ലമേഷനും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2-അസറ്റോക്സിബെൻസോയിക് ആസിഡ് എന്നുള്ളതാണ് അതിൻ്റെ കെമിക്കൽ നെയിം, ആസ്പിരിൻ എന്നുള്ളതാണ് ജനറിക് നെയിം. ഇനി മാനുഫാക്ചേഴ്സ് കൊടുത്ത നെയിമാണ് ആസ്പിൻ, അൽപൈറിൻ, ആസ്പിഡോട്ട്, എസ്കാർഡ് എന്നൊക്കെ. സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്, കെമിക്കൽ നെയിം, ജനറിക് നെയിം, ബ്രാൻഡ് നെയിം അല്ലെങ്കിൽ ട്രേഡ് നെയിമോ. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് ക്ലാസ്സസ് ഓഫ് ഡ്രഗ്സിന് നമുക്ക് കാണാം. സം ക്ലാസ്സസ് ഓഫ് ഡ്രഗ്സ്. അതിൽ 5 ക്ലാസ് ഡ്രഗ്സ് പല പല കാറ്റഗറീസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് വണ്ണാണ് ആൻറ്റിപൈററ്റിക്സ്. ആൻറ്റിപൈററ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ഫീവർ റെഡ്യൂസ് ചെയ്യുന്ന സാധനമാണ് ആൻറ്റിപൈററ്റിക്സ്. അപ്പോൾ ആൻറ്റിപൈററ്റിക്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ 2 ഗ്രീക്ക് വേർഡ്സിൻ്റെ കോമ്പിനേഷനാണ്. അതായത് ഗ്രീക്കിലെ ആൻറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എഗെയിൻസ്റ്റ് എന്നാണ്. പൈററ്റിക്സ് പൈററ്റിക്യൂസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഫീവർ എന്നാണ്, പെർട്ടൈനിങ് ടു ഫീവർ. പ്രയർ ഇൻ ഗ്രീക്ക് മീൻസ് ഫയർ ഓർ ഹീറ്റ്. അപ്പോൾ ആൻറ്റിപൈററ്റിക്സ് എന്ന് പറഞ്ഞാൽ ദേ ആർ ഡ്രഗ്സ് ദാറ്റ് റെഡ്യൂസ് ദ ഫീവർ. ഗ്രീക്ക് വേർഡ്സ് ഒന്നും കൃത്യമായിട്ട് ഓർത്ത് വെക്കണമെന്നൊന്നുമില്ല, പക്ഷെ എന്താണെന്ന് ഡെഫിനേഷനും അറിയണം, അതിൻ്റെ എക്സ്പ്ലനേഷനും അറിയണം. ആൻറ്റിപൈററ്റിക്സ് ആർ ഡ്രഗ്സ് ദാറ്റ് റെഡ്യൂസ് ഫീവർ, അതായത് ഡ്രഗ്സ് ദാറ്റ് റെഡ്യൂസ് ദ ബോഡി ടെമ്പറേച്ചർ ഇൻ ഫീവർ. നമ്മുടെ പനി വരുമ്പോൾ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കൂടും, അപ്പോൾ അതിനെ കുറയ്ക്കുന്ന സാധനങ്ങളാണ് ആൻറ്റിപൈററ്റിക്സ്. നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ആൻറ്റിപൈററ്റിക്സ് ഉണ്ട്, അതാണ് പാരസെറ്റമോൾ അല്ലെങ്കിൽ അസറ്റാമിനോഫെൻ എന്നൊക്കെ പറയുന്നത്. അത് കെമിക്കലി N4-ഹൈഡ്രോക്സിഫിനൈൽ എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ ശരിക്കും അതിൻ്റെ കെമിക്കൽ നെയിം. ഇനി അത് ഫസ്റ്റ് USA അത് വന്നത്. അന്ന് USA 1955 കൊടുത്ത ബ്രാൻഡ് നെയിം ടൈലനോൾ എന്നായിരുന്നു.
അപ്പോൾ അത് ഒരു അനാൽജസിക് അല്ലെങ്കിൽ പെയിൻ റിലീവർ ആയിട്ടൊക്കെ അത് യൂസ് ചെയ്തിട്ടുണ്ട്. ആൻറ്റിപൈററ്റിക് മാത്രമായിട്ടല്ല, അനാൽജസിക് അല്ലെങ്കിൽ പെയിൻ റിലീവർ ആയിട്ടും അത് യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി വേറൊരു ആൻറ്റിപൈററ്റിക് ആണ് ആസ്പിരിൻ. ഇതാണ് ആസ്പിരിൻ. അത് വേറൊരു ആൻറ്റിപൈററ്റിക് ആണ്, അല്ലെങ്കിൽ അസറ്റൈൽ സാലിസിലിക് ആസിഡ് എന്ന് പറയും. അപ്പോൾ അതിന് അനാൽജസിക്കും അതുപോലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസൊക്കെ ഉണ്ട്. ഓക്കെ. പിന്നെ ഈ ആസ്പിരിൻ എന്നുള്ളത് അതിന് പ്രോബ്ലംസും ഉണ്ട്. കാരണം എന്താ വെച്ചാൽ അത് നമ്മുടെ സ്റ്റൊമക്കിലെത്തി അത് ഹൈഡ്രോളിസിസ് നടക്കും, എന്നിട്ട് അത് സാലിസിലിക് ആസിഡ് ആവാനുള്ള സാധ്യതയുണ്ട്. ഈ സാലിസിലിക് ആസിഡ് നമ്മുടെ സ്റ്റൊമക്കിൽ വന്ന് എന്ത് ചെയ്യുന്നു, അത് സ്റ്റൊമക്ക് വോൾസിൽ അൾസർ ഉണ്ടാക്കും, അതുപോലെ സ്റ്റൊമക്കിൽ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ. പിന്നെ വേറൊരു എക്സാമ്പിളാണ് ഫെനാസെറ്റിൻ. ഫെനാസെറ്റിൻ്റെ കെമിക്കൽ നമ്മൾ എന്ത് പറയുന്നു, N4-എത്തോക്സി ഫിനൈൽ അസറ്റാമൈഡ് എന്ന്. ഫെനാസെറ്റിൻ്റെ സ്ട്രക്ചറൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. പിന്നെ വേറെയും ആൻറ്റിപൈററ്റിക്സ് ഉണ്ട്, അതുപോലെ ഇബുപ്രോഫിൻ, നാപ്രോക്സൻ, അതൊക്കെ ആൻറ്റിപൈററ്റിക്സ് ആണ്. ആസ് വെൽ ആസ് സാലിസിലേറ്റ്സ് ലൈക്ക് കോളിൻ സാലിസിലേറ്റ്, മെഗ്നീഷ്യം സാലിസിലേറ്റ്, സോഡിയം സാലിസിലേറ്റ്, അതൊക്കെ അതിൻ്റെ പേരുകൾ തന്നെയാണ്. ദെൻ ലൈക്ക് ആസ്പിരിൻ, ദീസ് ടു ഹാവ് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ്. wound healing പ്രോപ്പർട്ടീസും അതിനുണ്ട്. ആൻഡ് ദെയർ ബൈ ബിലോങ്ങിങ് ടു ദ ക്ലാസ് ഓഫ് നോൺ സ്റ്റീറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ്. NSAIDs എന്ന് പറയും. അതായത് സ്റ്റീറോയിഡ്സ് അല്ല, നോൺ സ്റ്റീറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് ആയിട്ടും ഇത്തരത്തിലുള്ള കെമിക്കൽസൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് ഓരോ കാറ്റഗറീസും ആൻറ്റിപൈററ്റിക്സ് എന്താണെന്ന് പഠിക്കണം, അതിൻ്റെ എക്സാമ്പിൾസ് പഠിക്കണം, ആ പേരുകളൊക്കെ നിങ്ങൾ പഠിച്ചേ പറ്റൂ. ഓക്കെ. അതാണ് ഈ ഭാഗത്ത് മെയിനായിട്ട് ചെയ്യേണ്ടത്. സ്ട്രക്ചറും കഴിയുമെങ്കിൽ, സ്ട്രക്ചർ ആവശ്യമില്ല എന്നാലും ഓർത്ത് വെച്ചാൽ നല്ലതാണ്. ഓക്കെ. ആൻറ്റിപൈററ്റിക്സ് എന്ന് പറഞ്ഞ ഡ്രഗ്സ് ആണ് ദാറ്റ് റെഡ്യൂസ് ഫീവർ, അതായത് നമ്മുടെ ബോഡി ടെമ്പറേച്ചറൊക്കെ കുറയ്ക്കുന്നതാണ്. ഓക്കെ. ആൻറ്റിപൈററ്റിക് ആയിട്ട് പാരസെറ്റമോൾ ഉണ്ട്, അസറ്റാമിനോഫെൻ ഉണ്ട്. ഓക്കെ. ദെൻ USA ഫസ്റ്റ് യൂസ് ചെയ്ത ടൈലനോൾ ആണ്. പിന്നെ ആസ്പിരിൻ ഒരു ആൻറ്റിപൈററ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതിന് ആൻറ്റിപൈററ്റിക് മാത്രമല്ല ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസും ഉണ്ട്. അതുപോലെ ഫിനാസെറ്റിൻ യൂസ് ചെയ്യുന്നുണ്ട്. ആസ്പിരിന് കാരണം വെച്ചാൽ കുറേ ഡ്രോബാക്സും ഉണ്ട്, അതിൻ്റെ സ്റ്റൊമക്കിൽ അൾസർ ഉണ്ടാക്കലൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഫെനാസെറ്റിനും യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ വേറെ ആൻറ്റിപൈററ്റിക്സ് ആണ് ഇബുപ്രോഫൻ, നാപ്രോക്സൻ ഒക്കെ. അപ്പം അങ്ങനെ അതുപോലെ NSAIDs എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്, അതിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ളതാണ് ആസ്പിരിൻ. ആസ്പിരിൻ്റെ പോലെ തന്നെ കോളിൻ സാലിസിലേറ്റ്, മഗ്നീഷ്യം സാലിസിലേറ്റ്, സോഡിയം സാലിസിലേറ്റ്. സോ NSAIDs അതായത് നോൺ സ്റ്റീറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് എന്നാണ് അതിനെ മൊത്തത്തിൽ പറയുന്നത്. അപ്പോൾ അത് ഓർത്ത് വെക്കണം കേട്ടോ, NSAIDs എന്താണെന്ന്. നോൺ സ്റ്റീറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ്, അതിന് എക്സാമ്പിളും അറിയണം. കോളിൻ സാലിസിൻ, ഇപ്പോൾ മെയിനായിട്ടുള്ള എക്സാമ്പിൾസ് ഈ ഭാഗത്തുനിന്ന് നോക്കി ആ പേര് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കണം, എന്നാലേ അത് ഓർമ്മയിൽ നിൽക്കുള്ളൂ. ഇനി അനാൽജസിക്സ്. അനാൽജസിക്സ് എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് അത്. ഇതാണ് ഞാൻ പറഞ്ഞത്, NSAIDs, ആൻറ്റി നോൺ സ്റ്റീറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ്. ആ പേര് നിങ്ങൾ ഓർത്ത് വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് കാറ്റഗറിയാണ് അനാൽജസിക്സ്. അനാൽജസിക്സ് എന്ന് പറഞ്ഞാൽ ഡ്രഗ്സ് ആണ്, അത് പെയിൻ റിലീവ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അത് ക്ലാസിഫൈ ചെയ്തിട്ട് 2 കാറ്റഗറീസ് ഉണ്ട്. ചിലത് നോൺ നാർക്കോട്ടിക് ആണ്, അതായത് അഡിക്ഷനൊന്നും വരാത്ത സാധനങ്ങളുണ്ട്. ഇനി ചിലത് നാർക്കോട്ടിക് അനാൽജസിക്സ് ഉണ്ട്, അതായത് നമ്മൾ അതിന് അഡിക്റ്റഡ് ആയി പോവും, അത്തരത്തിലുള്ളതുകൊണ്ട്. അപ്പോൾ അനാൽജസിക്സ് ആർ ഡ്രഗ്സ് ദാറ്റ് റിലീവ് പെയിൻ. 2 കാറ്റഗറീസ് ഉണ്ട്, നോൺ നാർക്കോട്ടിക്കും ഉണ്ട്, അതുപോലെ നാർക്കോട്ടിക്കും ഉണ്ട്. ഇനി നോൺ നാർക്കോട്ടിക്കിൽ ഏതൊക്കെയാണ് പെടുന്നത്, അതായത് ഇത്തരത്തിലുള്ള നോൺ നാർക്കോട്ടിക് അനാൽജസിക്സ് നമുക്ക് കൂടുതൽ ഉറക്കമോ അല്ലെങ്കിൽ അൺകോൺഷ്യസ്നെസ്സോ അല്ലെങ്കിൽ അഡിക്ഷനോ ഒന്നും ഉണ്ടാക്കില്ല, അത് യൂസ് ചെയ്യുന്ന ആൾക്ക് ഉണ്ടാക്കില്ല. അതിന് എക്സാമ്പിൾസ് ആണ് പാരസെറ്റമോള്, അസറ്റാമിനോഫെൻ ഒക്കെ, അതൊക്കെയാണ് വളരെ ഫെമിലിയർ ആയിട്ടുള്ള എക്സാമ്പിൾസ്. ഇനി ആസ്പിരിൻ, പിന്നെ വേറെയും നോൺ സ്റ്റിറോയിഡൽ ആയിട്ടുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് ഉണ്ട്, ഇൻക്ലൂഡിങ് ഇബുപ്രോഫെൻ, എട്രോകോക്സിബ്, ഡിക്ലോഫെനാക്ക്, എസിക്ലോഫെനാക്ക്, നാപ്രോക്സൻ, അതൊക്കെ നോൺ നാർക്കോട്ടിക് അനാൽജസിക്സ് ആണ്. അപ്പോൾ നിങ്ങൾ കഴിയുന്നതും ഈ പേരുകളൊക്കെ ഒന്ന് പഠിക്കണം. കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും റിപ്പീറ്റ് ചെയ്ത് പഠിച്ചാൽ അത് ഓർമ്മയിലുണ്ടാവും. അപ്പോൾ നിങ്ങൾ പഠിക്കണം, എന്നാൽ മാത്രമേ ഇത് ഏതെങ്കിലും ഒരു എക്സാമ്പിളായിട്ട് അവർ ചോദിച്ച് ഇത് ഏത് കാറ്റഗറിയിലാണെന്ന് പറഞ്ഞാൽ അത് എഴുതാനായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ. അപ്പോൾ ആസ്പിരിൻ, അതുപോലെ വേറെയും കുറേ നോൺ സ്റ്റിറോയിഡൽ ആയിട്ടുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് ആണ് ഈ പറയുന്ന ഇബുപ്രോഫനും, എറ്റോറിക്കോക്സിബും, ഡിക്ലോഫെനാക്കും,
എസിക്ലോഫെനാക്കും നാപ്രോക്സനും അതൊക്കെ നോൺ നാർക്കോട്ടിക് അനാൽജസിക്സ് ആണ്. ഓക്കെ, അതിൻ്റെ സ്ട്രക്ചേഴ്സും ഇവിടെ 2-3 പറഞ്ഞിട്ടുണ്ട്. ദെൻ നാർക്കോട്ടിക് അനാൽജസിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനോട് അഡിക്റ്റഡ് ആവും. അപ്പോൾ അത് സ്ലീപ്പ് ഉണ്ടാക്കും, അതുപോലെ അങ്ങനത്തെ പ്രോബ്ലംസൊക്കെ അൺകോൺഷ്യസ്നെസ് ഒക്കെ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ്. സോ ദ നാർക്കോട്ടിക് അനാൽജസിക്സ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ഡ്രഗ്സ്, ദേ ആർ പൊട്ടൻഷ്യലി അഡിക്റ്റീവ്. നമുക്കത് അതിനോട് അഡിക്ഷൻ തോന്നും. ദെൻ മെഡിസിനൽ ഡോസസിലാണ് ഉപയോഗിക്കുന്നത് പോലും നമ്മുടെ പെയിൻ റിലീവ് ചെയ്യും, പക്ഷേ ഉറക്കം കൂടുതലായിട്ടുണ്ടാവും, സ്ലീപ്പൊക്കെ പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് ദീസ് ആർ മെയിൻലി യൂസ്ഡ് ഫോർ റിലീവ് ഓഫ്, സാധാരണ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള പോസ്റ്റ് ഓപ്പറേറ്റീവ് പെയിൻ കുറയ്ക്കാനും, അതുപോലെ കാർഡിയാക് പെയിൻ ഉണ്ടാവുമ്പോൾ, ഒബ്സ്ട്രട്രിക് പെയിൻ ഉണ്ടാവുമ്പോൾ, ടെർമിനൽ ക്യാൻസർ പെയിൻ, അങ്ങനെ ഭയങ്കരമായിട്ട് വരുന്ന പെയിൻസിനെ കുറയ്ക്കാനാണ് നാർക്കോട്ടിക് അനാൽജസിക്സ് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വളരെ സൂക്ഷിച്ച് നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. ബിക്കോസ് ദേ പ്രൊഡ്യൂസസ് അഡിക്ഷൻ. അത് ഭയങ്കര ഹാംഫുള്ളാണ്. അഡിക്ഷൻ ഉണ്ടാക്കും എന്ന് വെച്ചാൽ അതിനോട് നമ്മൾ അഡിക്റ്റഡ് ആവും, നമുക്കത് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലൊക്കെയൊക്കെ അത് ചിലപ്പോൾ എത്തിച്ചേരാം. അതുപോലെ ഭയങ്കര അൺകോൺഷ്യസ് ഒക്കെ ആയിട്ട് ചിലപ്പോൾ മാറാം. അതുപോലെ സ്ലീപ്പിങ്ങും കൂടുതലായിട്ട് അത് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ച് ഭയങ്കര ശ്രദ്ധിച്ച് മാത്രം മെഡിക്കൽ അവരൊക്കെ ഭയങ്കര വലിയ ഓപ്പറേഷനുകളൊക്കെ കഴിഞ്ഞാൽ മാത്രമേ അത്തരത്തിലുള്ള നാർക്കോട്ടിക് അനാൽജസിക്സ് ഒക്കെ ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യാറുള്ളൂ. ഓക്കെ, ദെൻ മോർഫിൻ, കൊഡെയിൻ, എക്സെട്ര ആർ ടിപ്പിക്കൽ എക്സാമ്പിൾസ് ഫോർ നാർക്കോട്ടിക് അനാൽജസിക്സ്. അതുപോലെ അതർ എക്സാമ്പിൾസ് ഹെറോയിൻ, മെഫെറിഡീൻ, മെത്തഡോൺ, അതൊക്കെ നാർക്കോട്ടിക് അനാൽജസിക്സ് ആണ്. ഓക്കെ, ഇൻ ഹയർ ഡോസസ് ദീസ് അനാൽജസിക്സ് പ്രൊഡ്യൂസ് അൺകോൺഷ്യസ്നെസ്. കൂടുതൽ ഡോസ് കൂടിക്കഴിഞ്ഞാൽ അൺകോൺഷ്യസ് ആവാം. ആൻഡ് ഇൻ ഹയർ ഡോസസ് ദേ ക്യാൻ പ്രൊഡ്യൂസ് സ്റ്റുപ്പർ, കോമ, സീസേഴ്സ് ആൻഡ് അൾട്ടിമേറ്റ്ലി ഡെത്ത്. സ്റ്റുപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മുടെ മാനസികമായിട്ടുള്ള ശരിക്കുള്ള ഒരു ക്രിട്ടിക്കൽ മെൻ്റൽ ഫങ്ഷനെയൊക്കെ അത് നശിപ്പിക്കാം. അതുപോലെ ചിലപ്പോൾ കോമയിലായി പോവാം. ചിലപ്പോൾ സീസേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിലുണ്ടാകുന്ന സഡൻ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ ഡിസ്റ്റർബൻസ്. അപ്പം ബ്രെയിനിനൊക്കെ ഉള്ള കേടുകളാണ് അവിടെ വരുന്നത്. സഡൻ അൺകൺട്രോൾഡ് ഇലക്ട്രിക്കൽ ഡിസ്റ്റർബൻസ് ഇൻ ബ്രെയിനാണ് സീഷേഴ്സ്. ദെൻ അൾട്ടിമേറ്റ്ലി അത് മരണത്തിന് വരെ കാരണമാവാം. അപ്പോൾ അതാണ് നാർക്കോട്ടിക് അനാൽജസിക്സ്. അനാൽജസിക്സ് 2 തരത്തിലാണുള്ളത്. ഇതൊക്കെയാണ് അനാൽജസിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു പെയിൻ റിലീവ് ചെയ്യാനുള്ളതാണ്. നോൺ നാർക്കോട്ടിക്കും ഉണ്ട്, നാർക്കോട്ടിക്കും ഉണ്ട്. അപ്പോൾ രണ്ടിനെയും കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഇനി എന്താണ് ആൻറ്റിബയോട്ടിക്സ്? അതായത് ഒരു പേഴ്സൺ അതൊരു ഇൻഫെക്ഷ്യസ് ഡിസീസ് വന്നു എന്ന് വിചാരിക്കുക. ഇത്തരത്തിലുള്ള ഇൻഫെക്ഷ്യസ് ഡിസീസ് ഒരു മൈക്രോ ഓർഗാനിസം വഴിയാണ് വന്നത് എന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മുടെ ശരീരത്തിലേക്ക് ആ മൈക്രോ ഓർഗാനിസം വന്നിട്ട് ഭയങ്കര ഫാസ്റ്റായിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ തന്നെ അത് ഡിസ്ട്രോയ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള സംവിധാനങ്ങളിലൊക്കെ അത്തരത്തിലുള്ള ഘട്ടം വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആൻറ്റിബയോട്ടിക്സ്. അപ്പോൾ ആൻറ്റിബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും പറഞ്ഞ ഒരു ഡ്രഗാണ്. ആൻഡ് ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം സർട്ടൺ മൈക്രോ ഓർഗാനിസംസ്. ചില ബാക്ടീരിയ, ഫഞ്ചൈ, മോൾസ് അതിൽ നിന്നൊക്കെ ഡിറൈവ് ചെയ്യുന്ന ഒരു ഡ്രഗാണ് ആൻറ്റിബയോട്ടിക്. ഓക്കെ, അത് പിന്നീട് എന്തെങ്കിലും ചിലപ്പോൾ പാർഷ്യലി അല്ലെങ്കിൽ ഹോളിയൊക്കെ കെമിക്കൽ സിന്തസിസ് വഴി നടത്തി ലോ കോൺസെൻട്രേഷൻസിലൊക്കെ ആക്കി അങ്ങനെ നമ്മുടെ ശരീരത്തിലേക്ക് അത് കടത്തിവിടുന്നു അല്ലേ, ആൻറ്റിബയോട്ടിക് ആയിട്ട്. അപ്പോൾ അത് ഗ്രോത്ത് ഓർ ഡിസ്ട്രോയ് ദ ഡിസീസ് കോസിങ് മൈക്രോ ഓർഗാനിസംസ് ദാറ്റ് ഇൻ്റർവെൻസ് ഇൻ ടു അവർ മെറ്റാബോളിക് പ്രോസസ്സ്. നമ്മുടെ മെറ്റാബോളിക് പ്രോസസ്സിനെ താറുമാറാക്കിക്കൊണ്ടിരിക്കുന്ന ഡിസീസ് കോസിങ് മൈക്രോ ഓർഗാനിസംസിനെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടി വേറെ ഏതെങ്കിലും ഒരു മൈക്രോ ഓർഗാനിസത്തിൽ നിന്ന് പാർട്ട്ലി ഓർ ഹോളി കെമിക്കൽ സിന്തസിസ് വഴി നമ്മൾ ഉണ്ടാക്കുന്ന മെറ്റീരിയൽസിനെയാണ് നമ്മൾ ആൻറ്റിബയോട്ടിക്സ് എന്ന് മെയിനായിട്ട് പറയുന്നത്. സോ ദിസ് ആൻറ്റിബയോട്ടിക്സ് ഹെൽപ്പ് ദ ഇമ്മ്യൂൺ സിസ്റ്റം by either destroying the invaders or preventing their multiplication. അപ്പോൾ ഈ ആൻറ്റിബയോട്ടിക്സ് നമ്മുടെ ശരീരത്തിനെ, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സംരക്ഷിക്കുന്നു. എങ്ങനെ? നമ്മുടെ ശരീരത്തിലേക്ക് വന്ന ആ ഒരു ഡിസീസ് കോസിങ് ഓർഗാനിസംസ് ഉണ്ടല്ലോ, അതിനെ ഒന്നുമില്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്ത് കളയുന്നു, അല്ലെങ്കിൽ ആ ഡിസീസ് കോസിങ് ഓർഗാനിസം മൾട്ടിപ്ലൈ ചെയ്യണതിനെ ഇത് പ്രിവെൻറ്റ് ചെയ്യുന്നു. അങ്ങനെ അത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ നന്നാക്കി നിർത്തുന്നു. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ആദ്യത്തെ അപ്പോൾ അതിന് ഡെഫിനിഷൻ പഠിക്കണം കേട്ടോ. അപ്പോൾ ആൻറ്റിബയോട്ടിക് എന്താണ് എന്നുള്ളത് പഠിക്കണം. ഇറ്റ് ഈസ് എ ഡ്രഗ് ഡിറൈവ്ഡ് ഫ്രം സർട്ടൺ മൈക്രോ ഓർഗാനിസംസ് ലൈക്ക് ബാക്ടീരിയ, ഫഞ്ചൈ ആൻഡ് മോൾസ്
or produced wholly or partially by chemical synthesis, and which in low concentration they will inhibit the growth of or destroys the disease causing organisms by intervening in their metabolic process. അപ്പോൾ നമുക്കറിയാം ആദ്യത്തെ ആൻറ്റിബയോട്ടിക് ഏതായിരുന്നു, നമ്മളെല്ലാവരും പഠിച്ചുള്ളതാണല്ലേ, പെനിസിലിൻ ആയിരുന്നു. നമുക്കറിയാം അലക്സാണ്ടർ ഫ്ലെമിംഗ് ആയിരുന്നു അത് കണ്ടുപിടിച്ചത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഹിസ്റ്ററി ഒക്കെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു അഡീഷണൽ റീഡിങ്ങിന് വേണ്ടി അതൊക്കെ വായിച്ചു നോക്കാവുന്നതാണ്. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചുള്ള കാര്യങ്ങളാണ് ആ ഹിസ്റ്ററികളൊക്കെ അല്ലേ. ഇനി പെനിസിലിൻ അലക്സാണ്ടർ ഫ്ലെമിംഗ് ഉണ്ടാക്കി. അതിൻ്റെ സിന്തറ്റിക് ആയിട്ടുള്ള മോഡിഫിക്കേഷൻസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അതിൻ്റെ പേരാണ് ആംഫിസിലിൻ, ദെൻ അമോക്സിലിൻ. അത് ദേ ആർ ഓൾസോ ആൻറ്റിബയോട്ടിക്സ്. ആംഫിസിലിനും അമോക്സിലിനും ആൻറ്റിബയോട്ടിക്സ് ആണ്. ദാറ്റ് ആർ സിന്തറ്റിക് മോഡിഫിക്കേഷൻസ് ഓഫ് ദിസ് പെൻസിലിൻ. പിന്നെ വേറെയും എക്സാമ്പിൾസ് ഉണ്ട് ആൻറ്റിബയോട്ടിക്സിന് അല്ലേ, ധാരാളം ഉണ്ട്. ക്ലോറാംഫെനിക്കോൾ, അസിത്രോമൈസിൻ, എറിത്രോമൈസിൻ, റോക്സിത്രോമൈസിൻ, then tetracycline, ciprofloxacin, then ofloxacin, then vancomycin, then cephalexin, then streptomycin, bacitracin, then aminoglycosides like gentamicin, neomycin, tobramycin, kanamycin, etc. അങ്ങനെ ധാരാളം ആൻറ്റിബയോട്ടിക്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആൻറ്റിബയോട്ടിക്സ് എന്താണ്, അതിൻ്റെ ഡെഫിനിഷൻ പഠിക്കണം, അതെന്താണ് അതിൻ്റെ പ്രവർത്തനം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു, അത് പഠിക്കണം. ദെൻ ആദ്യത്തെ ആൻറ്റിബയോട്ടിക് ഏതാണ് അതിൻ്റെ പേര് അറിയണം, പ്ലസ് കുറച്ച് എക്സാമ്പിൾസ് അതും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ദെൻ നെക്സ്റ്റ് കാറ്റഗറിയാണ് ആൻറ്റാസിഡ്സ്. ആൻറ്റാസിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ചിലപ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും പ്രോസസ്സൊക്കെ വഴി ഹൈപ്പർ അസിഡിറ്റി വളരെ കൂടുതലുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള അസിഡിറ്റീനെ കുറയ്ക്കുന്ന ഡ്രഗ്സിനെയാണ് എന്ത് പറയുന്നത്, ആൻറ്റാസിഡ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഹ്യൂമൻ സ്റ്റൊമക്ക് ഉണ്ടല്ലോ, നമ്മുടെ ശരീരത്തിലെ സ്റ്റൊമക്കിൻ്റെ ഉള്ളിൽ ധാരാളം സെൽസ് ഉണ്ട്. ഈ സെൽസൊക്കെ ഹൈഡ്രോക്ലോറിക് ആസിഡ്സ് സെക്രീറ്റ് ചെയ്യപ്പെടുന്നുണ്ട് പലതും. സോ ദ മെയിൻ പർപ്പസ് ഓഫ് ദിസ് ഹൈഡ്രോക്ലോറിക് ആസിഡ്, നമ്മുടെ ശരീരത്തിനുള്ളിൽ സെക്രീറ്റ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ മെയിൻ പർപ്പസ് എന്താണ്, മൈക്രോ ഓർഗാനിസംസ് ഉള്ളതിനെ കൊല്ലുക എന്നുള്ളതാണ്, അങ്ങനെ ഡൈജഷനെ നന്നാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ ചില ആൾക്കാരുടെ ശരീരത്തിൽ ധാരാളം ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ എന്തുണ്ടാവുന്നു, ഹൈപ്പർ അസിഡിറ്റി ഉണ്ടാവുന്നു. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഹൈപ്പർ അസിഡിറ്റി ഉണ്ടാവുമ്പോൾ ചിലപ്പോൾ ഭയങ്കര ഒരു ബേണിംഗ് സെൻസേഷൻ പോലെയൊക്കെ ഉണ്ടാവണു. അതുപോലെ ഫൈനലി അത് ഹൈപ്പർ അസിഡിറ്റി കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അത് അൾസറിനൊക്കെ കാരണമാവുന്നുണ്ട്. ഓക്കെ, സോ ആൻറ്റാസിഡ്സ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ഡ്രഗ്സ് ദാറ്റ് പ്രൊവൈഡ് റിലീഫ് ഫ്രം ദ എയിൽമെൻറ്റ് സിംറ്റംസ് ഓഫ് ഹൈപ്പർ അസിഡിറ്റി. ഹൈപ്പർ അസിഡിറ്റി ഉണ്ടാക്കുന്ന സിംറ്റംസിൽ നിന്ന് റിലീവ് ചെയ്യുന്ന, നമുക്ക് മോചനം തരുന്ന ഡ്രഗ്സിനെയാണ് എന്ത് പറയുന്നത്, ആൻറ്റാസിഡ്സ് എന്ന് പറയുന്നത്. അപ്പം ഡെഫിനിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻറ്റാസിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡ്രഗ്സ് ദാറ്റ് പ്രൊവൈഡ് റിലീഫ് ഫ്രം ദ എയിൽമെൻറ്റ് സിംറ്റംസ് ഓഫ് ഹൈപ്പർ അസിഡിറ്റി, ദേ ആർ നോൺ ആസ് ആൻറ്റാസിഡ്സ്. ധാരാളം ആൻറ്റാസിഡ് ഡ്രഗ്സ് ഉണ്ട്. ഏതൊക്കെയാണ് ആൻറ്റാസിഡ്സിൽ സാധാരണ ഉണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്, കാൽഷ്യം കാർബണേറ്റ്, അലുമിനിയം ഹൈഡ്രോക്സൈഡ്, മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്, ഓർ ഓഫൻ ഇൻ കോമ്പിനേഷൻ വിത്ത് അതർ ഡ്രഗ്സ് ലൈക്ക് സിമിത്തിക്കോൺ. അതായത് ഒരു ആൻറ്റിഫോമിങ് ഏജൻറ്റാണ് ഈ സെമിത്തിക്കോൺ. അപ്പോൾ അതിൻ്റെ കൂടെ ആയിരിക്കും ചിലപ്പോൾ ഈ സോഡിയം ഹൈഡ്രോക്സൈഡോ സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റോ അല്ലെങ്കിൽ കാൽഷ്യം കാർബണേറ്റോ ഒക്കെ മിക്സ് ചെയ്തിരിക്കുക. അപ്പോൾ ഏതാണ് നമുക്ക് ആൻറ്റാസിഡ്സിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണ് അത് അറിഞ്ഞിരിക്കണം. സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്, എന്താണ് സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്, കാൽഷ്യം കാർബണേറ്റ്, അലുമിനിയം ഹൈഡ്രോക്സൈഡ്, മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്, അതൊക്കെ യൂസ് ചെയ്യും. ചിലപ്പോൾ അത് വേറെ ഡ്രഗ്സ് സെമിത്തിക്കോൺ എന്ന് പറയുന്ന ആൻറ്റിഫോമിങ് ഏജൻറ്റിനോട് കമ്പൈൻ ചെയ്തിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഉപകാരം എന്താണ്, ദേ ഹെൽപ്പ് ബ്രേക്ക് ഡൗൺ ഗ്യാസ് ബബിൾസ് ഇൻ യുവർ സ്റ്റൊമക്ക്. നമ്മുടെ വയറിൻ്റെ ഉള്ളിൽ ഗ്യാസ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ബബിൾസ് ഫോം ചെയ്യുന്ന പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഈ സെമിത്തിക്കോൺ എന്ന് പറഞ്ഞ ആൻറ്റി ഫോമിങ് ഏജൻറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ബബിൾസ് ഫോം ചെയ്യുന്നതൊക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ആൻറ്റാസിഡ് മെഡിസിൻസൊക്കെ ടാബ്ലറ്റ്സ് ആയിട്ടും സിറപ്സ് ആയിട്ടും ഒക്കെ അവൈലബിൾ ആണ് അല്ലേ. അതിൻ്റെ പേരാണ് എസിജോൺ, ദെൻ റിഫ്ലെക്സ്, ദെൻ ജെലൂസിൽ, ഡിയോവോൾ, ഡൈജീൻ, അൾജൽ, അങ്ങനെ പല പേരിലും ഇത്തരത്തിലുള്ള ആൻറ്റാസിഡ് ടാബ്ലറ്റ്സും അതുപോലെ സിറപ്സൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് മെയിനായിട്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ ദീസ് ഡ്രഗ്സ് ന്യൂട്രലൈസ് ദ എക്സസ് ആസിഡ് ഇൻ ദ സ്റ്റൊമക്ക് ആൻഡ് റേസ് ദ pH ടു ദ അപ്രോപ്രിയേറ്റ് ലെവൽ. ദേ ഡു നോട്ട് ഹൗവർ കൺട്രോൾ ദ കോസ് ഫോർ ദ കണ്ടീഷൻ. അപ്പോൾ
ഇത് മെയിൻ ആ ഉണ്ടായതിനെ കുറയ്ക്കണമെന്നേ ഉള്ളൂ. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഹൈപ്പർ അസിഡിറ്റി വരുന്നത്, ആ കാരണത്തിന് അത് കൺട്രോൾ ചെയ്യില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന എക്സസ് ആയിട്ടുള്ള ആസിഡിനെ അത് ന്യൂട്രലൈസ് ചെയ്യുകയും അങ്ങനെ പി എച്ച് ലെവൽ അപ്രോപ്രിയേറ്റ് ലെവലാക്കി ഉയർത്തുകയും അപ്രോപ്രിയേറ്റ് പി എച്ച് ലെവലിലേക്ക് ആക്കി ഉയർത്തുകയും മാത്രമാണ് ചെയ്യുന്നത്. അല്ലാതെ എന്തുകൊണ്ടാണ് ഈ ഹൈപ്പർ അസിഡിറ്റി ഉണ്ടായി എന്നുള്ള കാരണത്തിന് അത് ആ കോസിനെ അതൊരിക്കലും ഹീൽ ചെയ്യുന്നില്ല. ഓക്കെ, അങ്ങനെ ഒരു ഡ്രോബാക്ക് അല്ലെങ്കിൽ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട് ഈ ആൻറ്റാസിഡ്സിന്. ഓക്കെ, അപ്പം നമ്മുടെ ശരീരത്തിൽ ധാരാളം ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്റ്റൊമക്ക് വോൾസിലൊക്കെ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പർപ്പസുകൾക്കാണ്. അതായത് ഡൈജഷൻ നന്നാക്കാനായിട്ട്, അൺനെസസറി ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസിനൊക്കെ ഹീൽ ചെയ്യാനൊക്കെ ആയിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇത്തരത്തിലുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് ധാരാളം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഹൈപ്പർ അസിഡിറ്റി എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ടാവുന്നു. അപ്പോൾ അത് നമ്മുടെ ഗ്യാസ്ട്രിക് ജ്യൂസ് ആസിഡ് ലെവൽ അത് കൂട്ടുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് ഡിസ്കംഫേർട്ട് ഉണ്ടാവുന്നു, ഹാർട്ട് ബേണും പെയിനും ഒക്കെ ഉണ്ടാവുന്നു. അപ്പോൾ അവസാനം ഈ ഹൈപ്പർ അസിഡിറ്റി കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അത് സ്റ്റൊമക്കിൽ അൾസർ വരെ ഉണ്ടാവാനുള്ള കാരണമാവുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള സാധനങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം, കൺട്രോൾ ചെയ്യണം. അതുപോലെ ഇവിടെ വേറെ എക്സാമ്പിൾസ് അസിഡിറ്റി റെഗുലേറ്റേഴ്സ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സെമിറ്റിഡിൻ, റാനിറ്റിഡിൻ, ഒപ്പിപെറാസോൾ, ഒസിമിപെറാസോൾ, റാബിപ്രാസോൾ, ഒസിമിപെറാസോള്, റാബിപ്രോസോൾ. ഇപ്പോൾ ധാരാളം ട്രേഡ് നെയിംസിലൊക്കെ ഇത്തരത്തിലുള്ള സാധനങ്ങൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ, ദെൻ ലാസ്റ്റ് കാറ്റഗറിയാണ് ആൻറ്റിസെപ്റ്റിക്സ്. ആൻറ്റിസെപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ദേ ആർ കെമിക്കൽസ്, ദേ ആർ യൂസ് ടു പ്രിവെൻറ്റ് ദ ഗ്രോത്ത് ഓർ കിൽ മൈക്രോ ഓർഗാനിസംസ്. അപ്പം എന്തെങ്കിലും ഗ്രോത്ത് ഓഫ് അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസിനെ കില്ല് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന കെമിക്കൽസാണ് ആൻറ്റിസെപ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരിക്കലും ലിവിങ് ടിഷ്യൂസിനെ ഹാംഫുൾ അല്ല. ആൻഡ് ദേ ക്യാൻ ഓൾസോ എൻഷുർ സേഫ്റ്റി. നമ്മുടെ വൂൺസിലോ കട്ട്സിലോ അല്ലെങ്കിൽ അൾസേഴ്സിലോ അല്ലെങ്കിൽ ഡിസീസ്ഡ് സ്കിൻ സർഫസിലൊക്കെ അത് അപ്ലൈ ചെയ്യാണ് ചെയ്യുക. അപ്പോൾ അത് ആ ലിവിങ് ടിഷ്യൂസിനൊന്നും ഹാംഫുൾ ആവണില്ല. മാത്രമല്ല ഇത്തരത്തിലുള്ള കട്ട്സിനെയും വൂൺസിനെയും അൾസേഴ്സിനെയും ഒക്കെ അത് ഹീൽ ചെയ്യുന്നുണ്ട്. നമുക്കറിയാലോ, ഡെറ്റോളൊക്കെ ആൻറ്റിസെപ്റ്റിക് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എവിടെയെങ്കിലും മുറിവൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെറ്റോളൊക്കെ അവിടെ വളരെ മൈൽഡ് ലെവലിൽ പഞ്ഞിയിലൊക്കെ എടുത്ത് നമ്മളവിടെ അപ്ലൈ ചെയ്യാറുണ്ട് അല്ലേ. അത് കോൺസെൻട്രേഷൻ കൂടി പോകരുത്, ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ. പഞ്ഞിയിൽ മുക്കി അത് പിഴിഞ്ഞ് കളഞ്ഞ് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കും. അവിടെ ഇപ്പോൾ എന്തെങ്കിലും മൈക്രോ ഓർഗാനിസംസിൻ്റെ ഒക്കെ ഗ്രോത്ത് അവിടെ ഉണ്ടെങ്കിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യാനാണ് നമ്മൾ ഈ ആൻറ്റിസെപ്റ്റിക്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ദേ ആർ കെമിക്കൽസ് വിച്ച് ആർ യൂസ്ഡ് ഐദർ ടു പ്രിവെൻറ്റ് ദ ഗ്രോത്ത് ഓഫ് ഓർ കിൽ ദ മൈക്രോ ഓർഗാനിസംസ്. അതിനെയാണ് എന്ത് പറയുന്നത്, ആൻറ്റിസെപ്റ്റിക്സ് എന്ന് പറയുന്നത്. ഡെറ്റോള് അത് ക്ലോറോസൈലിനോളും ടെർപ്പിനോളും അതിൻ്റെ ഒരു കോമ്പിനേഷൻ മിക്സ്ചറാണ് ഡെറ്റോൾ എന്ന് പറയുന്നത്. അതുപോലെ വേറെയുണ്ട് ബൈത്തിയോൾ, അത് സോപ്സിലൊക്കെ ആഡ് ചെയ്യുന്ന സാധനമാണ്. ടു ഇമ്പാർട്ട് ആൻറ്റിസെപ്റ്റിക് പ്രോപ്പർട്ടീസ്. ദെൻ അയഡിൻ, അത് നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു ആൻറ്റിസെപ്റ്റിക്